ഈ കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാട്ടോ. ചെക്കിങ്ങുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അതിർത്തി. ഇത് ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയക്ക് പോകുന്ന ഒരു അതിർത്തിയാണ്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഉള്ള ഒരു തടാകം ഉണ്ടായിരുന്നു. മഞ്ഞ് സമയത്ത് ചെന്നപ്പോൾ തണുത്തുറഞ്ഞ് കട്ടയായിട്ട് ഞങ്ങളതിൻ്റെ മുകളിലൂടെ നടന്നു പോയ ഒരു തടാകം. അപ്പോൾ ആ ഒരു തടാകം ഇപ്പോൾ സമ്മറായപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ, എങ്ങനെയാണ് ആ തടാകം ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളീ പോകുന്നത്. അപ്പോൾ ആ തടാകമാണ് ഈ കാണുന്ന സൈഡിൽ കാണുന്നത്. അന്ന് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പഴയ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കണ്ടാൽ അറിയാം. ഞങ്ങൾ നടന്ന് അതിൻ്റെ മുകളിൽ കൂടി പോയിട്ട് അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു തടാകം നല്ല കംപ്ലീറ്റ് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അന്നത് കംപ്ലീറ്റ് തണുത്തുറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമല്ലോ, എത്രത്തോളം കട്ടയായിട്ടായിരിക്കും അതിൻ്റെ മുകളിലൂടെ ആൾക്കാർ നടക്കാൻ അനുവദിക്കണേന്ന്. കാരണം നോർമലി ചെറിയ ഒരു കട്ടയൊക്കെ അതിൻ്റെ ആരും അവിടെ നടക്കാറുമില്ല, നടത്താൻ അനുവദിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെ നടത്താൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര കട്ടയായി കാണും നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ഇത് അവിടുത്തെ മീനുകളാട്ടോ. അതിൻ്റെ സൈഡിൽ കുറേ ഹോട്ടലുകളും അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്ന് റൂമെടുത്ത് താമസിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ലേക്ക് വ്യൂവും കണ്ട് നിൽക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഒറ്റ വൈകുന്നേരം ഒന്ന് പോരുന്നത്. കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്താവുന്ന ദൂരമേ ഉള്ളൂ. ഈ തടാകത്തിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ റൗണ്ട് ചുറ്റി നടന്ന് പോകട്ടോ. ഒരു റൗണ്ട് ചുറ്റുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. എന്നാലും അങ്ങനെ തടാകം കാഴ്ചകളൊക്കെ കണ്ട് അതിന് ചുറ്റിലുള്ള മലകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുറച്ച് വെയിൽ ഒന്ന് ആറിയിട്ടാണെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ നല്ല ഒരു സുഖമുള്ള സ്ഥലമാണ്. ഇപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ വെയിലിന് നല്ല ചൂട് തന്നെയാണ് കേട്ടോ. അതായത് വെയിൽ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ അതേപോലെ തന്നെ നല്ല ചൂട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ വെയിലത്തുനിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ തണലോ അല്ലെങ്കിൽ എന്തൊരു തണൽ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് അനുഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.